ചെറു ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തിയേറ്ററിലോട്ട് എത്തിയ ഏറ്റവും പുതിയ ചിത്രങ്ങളായിട്ടുള്ള ബ്ലാസ്റ്റ്, കറുപ്പ്, ദൃശ്യം 3 തുടങ്ങിയ സിനിമയുടെ ഇടന്തരെ ഫൈനൽ കേരള കളക്ഷൻ റിപ്പോർട്ടാണ്. ആരാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നടിപ്പിൻ നായകൻ സൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി RJ ബാലാജി ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ തമിഴ് ചിത്രമുള്ള കറുപ്പ് എന്ന് പറയുന്ന സിനിമ ഇതിനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 320 കോടി രൂപയോളം കളക്ഷൻ നേടിയ ചിത്രം വലിയൊരു വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ചിത്രം കേരളത്തിലെ തിയേറ്ററിലാണ് അവസാനിച്ചപ്പോൾ കേരള ബോക്സ് ഓഫീസിന് എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്തി നോക്കുകയാണെങ്കിൽ ഏകദേശം 14.90 ലക്ഷം രൂപയോളമാണ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായത്. അതേസമയം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 360 കോടി രൂപയോളം സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയപ്പോൾ സർപ്രൈസ് ആയിട്ട് തമിഴിൽ നിന്ന് എത്തിയ ചിത്രമായിരുന്നല്ലോ അർജുൻ കേന്ദ്ര കഥാപാത്രം എത്തിയ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ. അർജുനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ സുഭാഷ് കെ രാജ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നല്ലോ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ. മലയാളി താരങ്ങളായിട്ടുള്ള അബ്രാമി, പൃഥ്വി മൂന്നാൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ കറുപ്പിന്റെ കളക്ഷൻ മറികടന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏകദേശം 15 കോടി രൂപയോളമാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന തമിഴ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 75 മുതൽ 80 കോടി രൂപയോളം കളക്ട് ചെയ്ത് പ്രോഫിറ്റ് ഷെയറിന്റെ മാക്സിമം ഇരട്ടി ചിത്രം തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി ദൃശ്യം സീരീസിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ദൃശ്യം 3 ജിത്തു ജോസഫ് അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നു. മെയ് മാസം തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം ഇപ്പോഴത്തെ കേരളത്തിലെ തിയേറ്റർ റണ്ണൊക്കെ അവസാനിക്കുമ്പോൾ മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 240 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രം ഫൈനൽ കേരള കളക്ഷനായിട്ട് ഏകദേശം 90 കോടി 20 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നിലവിൽ ഈ ഒരു വർഷം വാഴ 2 ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് ദൃശ്യം 3 മാറിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് 3 ചിത്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ദൃശ്യം 3 ആണെങ്കിലും സർപ്രൈസ് ആയിട്ട് എത്തിയ അർജുൻ ചിത്രം ബ്ലാസ്റ്റ് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും മികച്ചൊരു കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായത്. എന്തൊക്കെയാണ് നിലവിൽ 3 ചിത്രങ്ങൾ തിയേറ്റർ റൺ അവസാനിപ്പിക്കുക OTT പ്ലാറ്റ്ഫോമുകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം ഏതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.